നമ്മൾ പോകുന്ന വഴി നമുക്കിത് ഇവിടുത്തെ ഏറ്റവും വലിയ കൊടിമരം കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളങ്ങനെ മത്രയിൽ എത്തിയിട്ടുണ്ട്. മത്ര എപ്പോഴും ഒരു തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. എപ്പോഴും ആളുകൾ വന്നും പോയിരിക്കുന്ന വളരെ ഭംഗിയായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്നും ഇല്ലാത്ത പോലത്തെ തിരക്കുണ്ട് കേട്ടോ. ഇന്ന് അവധി ദിവസം ആയാറിനാന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഇവിടെ ഒരു തിരക്കുണ്ട്. അപ്പോൾ നമ്മളിത് എത്താറായിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ടുള്ള കവാടം. പാലസിൽ എത്തിയിട്ടുണ്ട്. പാലസിൽ ഇന്ന് തിരക്കാണ്, എല്ലായിടത്തും തിരക്കാണ് കേട്ടോ. പെരുന്നാൾ അവധി എല്ലാം കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. അവരപ്പുറ സൈഡിലും പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇപ്പുറ സൈഡിലും കേട്ടോ പാർക്ക് ചെയ്തേ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലസ്. ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സന്ധ്യ ആയായിരുന്നു. ഇപ്പം അവരും എത്തിയിട്ടുണ്ട്. നിങ്ങളും പറഞ്ഞോ ഹായ് 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 അനീഷേട്ടോ ഒരു ഹായ് ഹായ്. ഇന്നിപ്പോൾ നേരത്തെ എത്തിയതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അന്ന് സന്ധ്യയായി പോയായിരുന്നു. ഇവിടെ വഴിയാ വരാം കേട്ടോ. അങ്ങനെ പല വഴിയുണ്ട്. നമ്മൾ സൈഡ് വഴിയാണ് വന്നത്, അവർ നേരെ വന്ന കേട്ടോ. പിന്നെ എല്ലായിടത്തും തിരക്കാണ്. ഇതുകൊണ്ട് ഇന്നിപ്പോൾ 6:30 ആയപ്പോഴത്തേനും തന്നെ നിറച്ച ആൾക്കാരുണ്ട്. അന്ന് വന്നതിനേക്കാൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് കാണാഞ്ഞാണെന്നറിയില്ല. ഈ സൈഡ് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കണം അന്ന്. ഇന്നിപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചുറ്റിനും നമുക്ക് നോക്കുമ്പോൾ നല്ല രസമുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എല്ലാവർക്കും ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാട്ടോ, മുരളിച്ചേട്ടൻ. അപ്പോൾ കുട്ടികളുമായിട്ട് മുരളിച്ചേട്ടനും ഫോട്ടോ എടുത്തു. ഇവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസത്തിലുള്ള പൂക്കൾ. ഇവിടെ പിന്നെ പ്രത്യേക ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ പൂക്കളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നല്ല രസമാണ് കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാനും. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് നേരം ഇപ്പോൾ ഒരു ചെറിയ ചൂടിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സന്ധ്യ കഴിയുമ്പോഴത്തേനും. എന്നാലും ചൂടുണ്ട്, പക്ഷെ ചെറിയ കാറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പാർക്കിലൊക്കെ പോയിരിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും നമുക്കിങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള ഓരോ ഇടങ്ങൾ നമുക്കുണ്ടാവും. വെട്ടം കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ. നോക്കി ഓരോരോ സ്ഥലത്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് സന്ധ്യ കഴിഞ്ഞാലായിട്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വെട്ടമൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ പാലസ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള വൈകുന്നേരം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. മനസ്സിന് വളരെ സന്തോഷം തരുന്ന ദിവസങ്ങൾ. ഇപ്പോഴത്തേന് എല്ലാവരും പോയി തുടങ്ങി കേട്ടോ. ആ പകൽ കാണാവുന്ന കാഴ്ചകളൊക്കെയാണ് കൂടുതലുള്ളത്. രാത്രിയായി ഇങ്ങനെ ലൈറ്റുകൾ കാണാം. ആ ഒരു ഭംഗി ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ തപ്പിപ്പോണം. ഇന്നിപ്പോൾ അവധിയായാലും നല്ല തിരക്കായിരിക്കും കേട്ടോ എല്ലായിടത്തും. അങ്ങനെ ഞങ്ങളിത് തപ്പി അനന്തപുരി ഹോട്ടലിലെത്തി കേട്ടോ. അനന്തപുരി ഹോട്ടലിലും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ബേബിയുടെ ഫസ്റ്റ് ഇയർ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പുറ സൈഡിൽ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യണ സമയത്ത് ദേ ഇവിടെ ഒരു ആനക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുട്ടികളുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ ഇപ്പുറ സൈഡിൽ ദേ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിള്ളേർ അതിനകത്തിരുന്നു. അപ്പോഴത്തേനും നമുക്ക് അകത്ത് സീറ്റ് റെഡിയായി കേട്ടോ. അവർ വിളിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശത്തേക്ക് കയറുന്ന അനന്തപുരിയിലെ അറേഞ്ച്മെൻ്റൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പഴമയെ ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. ആ ഒരു കെട്ടിടം തന്നെ പഴമ രീതിയിൽ തന്നെയാണ്, പഴയ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേ കണ്ടോ വലിയൊരു വിളക്കുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പറയും പിണ്ടി അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇത് കയറി ചെല്ലുമ്പോൾ പഴയ കുറേ ഐറ്റംസ് വെച്ചിട്ടുള്ള ടേബിളാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഈ മിനി സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പഴയ എല്ലാ ഐറ്റംസും ഓരോ ടേബിളിലും വ്യത്യസ്തമാർന്ന കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള പെരുമാറ്റം വളരെ നല്ലതാണ് കേട്ടോ. നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്ത് തരും. നമുക്കിപ്പോൾ വന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു ഇരിക്കാനായിട്ട്. അതൊക്കെ അവർ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അതുപോലെ നമ്മൾ ആൾ കൂടുതലുള്ളതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് അവർ കയറ്റിയതൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് നേരമൊന്നും എടുക്കേണ്ട വന്നില്ല കേട്ടോ.
അപ്പം അവിടെ ഇരുന്ന് നമുക്ക് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ കാണാനായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്ന് ബോറടി ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഇതൊക്കെ കണ്ട് തീർക്കണേക്ക് മുമ്പ് തന്നെ നമുക്കവർ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടൊരു ജ്യൂസ് കൊണ്ടുപോയി തന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് പോലെ നല്ല ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് നമ്മൾ കുടിച്ചപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളായിട്ട് വന്നു. സ്റ്റാർട്ടപ്പ് വന്നു. ജ്യൂസ് നമ്മൾ കുടിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവർ നമുക്കത് കൊണ്ടേ തന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണവും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.